നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് ഈ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞിട്ട് ഒന്നും കിട്ടാനില്ല. ഉള്ളത് പറയാലോ, രാമകൃഷ്ണേട്ടൻ ചെയ്തത് കൊടും ചതിയാ. എങ്ങോട്ടാ ഹരി കുഞ്ഞിനെയും കൂട്ടി? ഞാൻ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയത്. എന്താ ഹരി, സത്യത്തിൽ ഈ കൊച്ചിന്റെ അച്ഛൻ ആരാ? ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഹരിയാണ് കൊച്ചിന്റെ അച്ഛനെന്നാ. പക്ഷെ നാട്ടിലാകെ വേറൊരു വർത്താനം പടർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വരെ പണിയൊന്നുമില്ല ഭാസ്കരേട്ടാ. രാമകൃഷ്ണേട്ടൻ ബുദ്ധിമാനാ. മോള് പിഴച്ചു വയറ്റിലായപ്പോ മരുമോന്റെ തലയിലും കെട്ടിവെച്ചു. ചുമന്നോണ്ട് നടന്നോ? എന്റെ ഭാസ്കരേട്ട, നിങ്ങളോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? പറഞ്ഞ ആളെ എന്തിനാ അറിയുന്നേ? പക്ഷെ പറഞ്ഞതൊക്കെ സത്യം തന്നെയല്ലേ? എന്നാലും കഷ്ടം തന്നെ ഹരി. നാട് നന്നാക്കാൻ ഇറങ്ങി തിരിച്ച നീ വീടിന്റെ കാര്യത്തിൽ ഇങ്ങനെയായി പോയല്ലോ. അല്ല ഹരി, ഈ വീണ ഒളിച്ചോടിപ്പോയെന്ന് പറഞ്ഞ സത്യമാണോ? അവള് കെട്ടും കിടക്കെടുത്ത് വഴിയിലൂടെ പോകുന്നത് ഞാനും കണ്ടതാ. അയ്യോ, അവൾ ഏത് വഴിക്കാ പോയേ? അവൾ ഏത് വഴിക്കൊക്കെയാ പോയെന്ന് ആർക്കറിയാം? രാമകൃഷ്ണേട്ടന് ഉറപ്പൊന്നുമില്ലല്ലോ മോള് പോയ വഴി. രാമകൃഷ്ണേട്ടാ, നിങ്ങളെ ദൈവത്തെ പോലെ കണ്ട ഒരാളാണ് ഈ ഹരി. ഇവനോട് നിങ്ങൾ ഈ ചതി ചെയ്യണ്ടായിരുന്നു. വയറ്റിലൊരു കൊച്ചുള്ള പെണ്ണിനെ പിടിച്ചാ ഇവന്റെ തല കെട്ടിവെച്ചു കൊടുത്തത്. നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട. അതെന്താ ഹരി? ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഒരു പ്രശ്നം വരുമ്പോ വിളിക്കാതെ തന്നെ ഹരി വരുമല്ലോ, ഇടപെടുമല്ലോ. പിന്നെ ഇത്തരം കാര്യങ്ങൾ കേട്ടാ ഞങ്ങളും ചോദിക്കില്ലേ? ഇതറിയാൻ ഇനി ഈ കരയിൽ ഒരാളും ബാക്കിയില്ല. ഇന്നലെ വരെ ഹരിയെ കണ്ടതുപോലെ അല്ല ഇനി അവര് ഹരിയെ കാണുക. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. രാമകൃഷ്ണേട്ടാ, രാമകൃഷ്ണേട്ടൻ കല്യാണം നടത്തിയെങ്കിലും ഇവര് രണ്ടുപേരും ജീവിച്ചത് എങ്ങനെയാണെന്നൊക്കെ കൊച്ചു പിള്ളേര് വരെ പറഞ്ഞുകൊണ്ട് നടക്കുക. ഇവന്റെ കയ്യിൽ നിന്ന് ആ കൊച്ചിനെ വാങ്ങിച്ചിട്ട് ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ടെങ്കിലും ഇവനൊരു ജീവിതം ഉണ്ടാകട്ടെ. മതി. ഈ കഥകളൊക്കെ നിങ്ങൾക്ക് വിളമ്പി തന്നത് ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇതെന്റെ കുഞ്ഞ. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. കുറെ കാലം കഴിയുമ്പോഴേ ശരിക്കുള്ള തന്ത മുന്നിൽ വന്ന് നിൽക്കും. അന്ന് ആ കൊച്ച് അച്ചാന്ന് വിളിച്ച് അയാളുടെ കൂടെ പോവുകയും ചെയ്യും. അന്നേ പഠിക്കൂ. ഭാസ്കരേട്ടാ, നിങ്ങൾക്കൊക്കെ ഇത്രയും വിരോധം എന്നോടുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആൾക്കാരുടെ വാ മൂടി കെട്ടാനൊന്നും പറ്റില്ല ഹരി. എല്ലാവരും അറിയുന്ന ആളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പൊന്തി വരുമ്പോ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് പറയാനുണ്ടാവും. എനിക്ക് ഈ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞിട്ട് ഒന്നും കിട്ടാനില്ല. ഉള്ളത് പറയാലോ, രാമകൃഷ്ണേട്ടൻ ചെയ്തത് കൊടും ചതിയാ. ഞങ്ങള് പോവാ. എടാ മോനെ, ഇനി അറിയാൻ ആരും ബാക്കിയില്ല. വേറൊരുത്തി വന്ന് കയറിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ വീട്ടില്, സംയുക്ത മേനോൻ. ഇതൊക്കെ അവളുടെ ബുദ്ധിയാ. എടാ മോനെ, നീ നാട്ടിൽ കൂടെ നടക്കുന്ന കാണുമ്പോ, നിന്നെ എല്ലാരും ബഹുമാനിക്കുന്ന കാണുമ്പോ, ഹരി ഞങ്ങളുടെ മോനല്ലേ, ആങ്ങളെയല്ലേ, കൂട്ടുകാരനല്ലേ എന്നൊക്കെ പറയുമ്പോഴേ അഭിമാനം കൊണ്ട് എന്റെ മനസ്സ് നിറയുകയായിരുന്നു. അതേ ആളുകളൊക്കെ നാളെ നേരം വിളിക്കുമ്പോ നിന്നെ തള്ളി പറയും. ഇത്രയും നാള് കൂടെ നടന്ന ഭാസ്കരൻ പോലും പറഞ്ഞത് കേട്ടില്ലേ നീ? അവള് പോയി. ഇനിയൊരു ഭാരമായിട്ട് ഈ കുഞ്ഞിനെ നീ ചുമക്കണ്ട. അവര് പറഞ്ഞ പോലെ വല്ല അനാഥാലയത്തിലേക്കോ മറ്റോ. അമ്മാവാ, അവർക്കിതൊക്കെ പറയാം. അവരൊന്നും ഹരിയുടെ ഉള്ളു കണ്ടിട്ടില്ല. അതുപോലെ അല്ലല്ലോ അമ്മാവൻ. ഈ കുഞ്ഞിന് എന്നോട് ഒരു ബന്ധവുമില്ലെന്ന് അമ്മാവൻ എന്നോട് പറയാൻ പറ്റുമോ? ജനിച്ചപ്പോ മുതല് എന്റെ ചൂട് തട്ടി വളർന്ന എന്റെ കുഞ്ഞാ ഇവള്. ഈ നാട്ടുകാര് മുഴുവൻ ഈ കുഞ്ഞിനെ കല്ലെറിഞ്ഞാലും അതിലൊരു കല്ല് പോലും ഈ കുഞ്ഞിന്റെ ദേഹത്ത് കൊള്ളാതെ
എന്റെ നെഞ്ചിൽ അടക്കി പിടിച്ച് കിടത്ത് ഞാൻ. എനിക്കിനി വേറൊരു ലോകമില്ല. എനിക്കെന്റെ മോള് മാത്രമേ ഉള്ളൂ. ഇവൾക്ക് വേണ്ടിയിട്ട് ഹരി ജീവിക്കും. എടാ മക്കളെ, ഈ നാട്ടിലോ എടാ തോപ്പിക്കൽ എന്നിന്റെ എല്ലാരും കൂടെ തന്തയില്ലാത്ത കുഞ്ഞിനെ ചുമക്കുന്നവെന്ന് വിളിക്കില്ലേ? നാളെ തിരിച്ചറിവിന്റെ പ്രായമാകുമ്പോ നിന്റെ അച്ഛൻ ആരാണെന്ന് ഈ കുഞ്ഞിനോട് നാട്ടുകാർ ചോദിക്കില്ലേ? അപമാനിക്കില്ലേ? എടാ മോനെ, നീ താങ്ങുവാടാത്. അന്നേരം തളർന്ന് വീണു പോവില്ലേ? എടാ, ഈ മണ്ണിൽ നിന്നും നിന്നെ പറിച്ചു മാറ്റുന്നതിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇനി വേണ്ട മോനെ. ഈ നാട്ടിൽ നിൽക്കണോ നമുക്ക്? അമ്മാവൻ പറഞ്ഞത് നേരാ. ചത്ത് വീഴുന്നതുവരെ ഈ മണ്ണിൽ തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചിരുന്ന ആളാ ഞാൻ. ഇവിടുത്തെ കാറ്റ് ഏൽക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എന്റെ കൃഷിസ്ഥലങ്ങളിലൂടെ നടക്കാതെ ഒരു ദിവസം പൂർണ്ണമാവുമെന്നും എനിക്കറിയില്ല. പക്ഷെ എല്ലാം മറക്കണം. എന്റെ കുഞ്ഞിനു വേണ്ടി എല്ലാം മറക്കണം. ഇനി ഇവള് വളർന്നു വരുന്ന ചുറ്റുപാടിൽ ഇവൾക്കൊരു മേൽവിലാസമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഹരിയുടെ മോള്. അതിന് ഈ നാട്ടിൽ നിന്ന് പോയേ പറ്റൂ. നമ്മളെ അറിയാത്തൊരു നാട്ടില് ഇവൾക്ക് വേണ്ടി ജീവിക്കണം. മോനെ, പോകാം. പോയേക്കാം നമുക്ക്. കളിയായിട്ട് എല്ലാരും പറയും, ഒരു പ്രളയമെന്ന് എല്ലാരും ഒലിച്ചു പോയാലും ഈ നാടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഹരി ബാക്കി ഉണ്ടാവുന്നു. ഒന്നും സംഭവിച്ചില്ല. ഒരു പ്രളയം വന്ന് ഹരിയെ തന്നെ ആദ്യം കൊണ്ടുപോയി. അങ്ങനെ അവര് നാളെ തിരുത്തിക്കോളും. അമ്മാവും വാ, ഈ രാത്രി തന്നെ നമുക്കിറങ്ങാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.